പ്രധാന വാർത്തകൾ. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്ത ഭൂമിയിൽ നിന്ന് വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ഒരു തലയുടെ ഭാഗവും കൈയുടെ ഭാഗങ്ങളുമാണ് ലഭിച്ചത്. നാളെ മുതൽ DNA പരിശോധനാ ഫലങ്ങൾ പുറത്തുവന്നു തുടങ്ങും. ദുരന്തത്തിൽ ഗുരുതര പരിക്കേറ്റ് തിരുവമ്പാടി വിഭാഗത്തിന്റെ ലൈസൻസി മുണ്ടത്തിക്കോട് സതീശൻ മരിച്ചു. പാവർട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് ഒഴിവാക്കി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെയും മെയ് 3, 8-ഇട തിരുനാളിലെയും വെടിക്കെട്ടുകളാണ് ഒഴിവാക്കിയത്. തീരുമാനം മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ. കാണിപ്പയ്യൂർ ശ്രീ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശം ഏപ്രിൽ 26 മുതൽ മെയ് 1 വരെയുള്ള തീയതികളിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ KPC വിഷ്ണുഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി വിജയശങ്കർ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. വാർത്തകൾ വിശദമായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഗുരുതര പരിക്കേറ്റ് തിരുവമ്പാടി വിഭാഗത്തിന്റെ ലൈസൻസി മുണ്ടത്തിക്കോട് സതീശൻ മരിച്ചു. 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇതോടെ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചവരുടെ ഔദ്യോഗികമായ കണക്ക് 11ആയി. 3 പേർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സതീശൻ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടായില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്ത ഭൂമിയിൽ നിന്ന് വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ഒരു തലയുടെ ഭാഗവും കൈയുടെ ഭാഗങ്ങളുമാണ് ലഭിച്ചത്. അപകടം നടന്ന സ്ഥലത്തു നിന്ന് 400 മീറ്റർ അപ്പുറത്തുള്ള പറമ്പിൽ നിന്നാണ് തലയുടെ ഭാഗം കണ്ടെത്തിയത്. 1 കിലോമീറ്റർ അകലെ നിന്നാണ് കൈയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. ഇവ തെരുവുനായ്ക്കൾ കൊണ്ടിട്ടതാകാമെന്നാണ് സംശയിക്കുന്നത്. മുണ്ടത്തിക്കോട്ടെ പാടശേഖരങ്ങളിൽ 2ഇടത്തു നിന്നുകൂടി ചെറിയ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദുരന്തഭൂമിയിൽ തിരച്ചിൽ തുടരുകയാണ്. കെടാവർ നായ്ക്കളുടെ സഹായത്തോടെയാണ് പരിശോധന നടത്തുന്നത്. 10 പേരടങ്ങുന്ന സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ സമീപത്തെ വീടുകളുടെ പരിസരങ്ങളിലും പരിശോധിക്കും. അതേസമയം അപകട മേഖലയിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളുടെ DNA പരിശോധനാ ഫലം നാളെ മുതൽ ലഭ്യമാകും. ദുരന്തഭൂമിയിൽ നിന്ന് ലഭിച്ച ശരീരഭാഗങ്ങളുടെ DNA പരിശോധന എളുപ്പമാക്കാൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ മൊബൈൽ DNA ടെസ്റ്റിംഗ് യൂണിറ്റ് എത്തിയിട്ടുണ്ട്. നിലവിൽ 29 ശരീരഭാഗങ്ങളിൽ നിന്നും തിരിച്ചറിയാത്ത മൃതദേഹത്തിൽ നിന്നുമാണ് DNA സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുള്ളത്. ശനിയാഴ്ച മുതൽ പരിശോധനാ ഫലങ്ങൾ പുറത്തുവന്നു തുടങ്ങും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. മുണ്ടത്തിക്കോട് കഴിഞ്ഞ ദിവസം വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലവും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരെയുമാണ് രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചത്. അപകട സ്ഥലത്തെയും ആശുപത്രിയിലെയും കാഴ്ചകൾ കരളലിയിപ്പിക്കുന്നതാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റവരെ നേരിൽ കണ്ട് BJPയുടെയും NDA സഖ്യത്തിന്റെയും എല്ലാവിധ പിന്തുണയും അദ്ദേഹം ഉറപ്പു നൽകി. ദുരന്തബാധിതരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ധനസഹായം കാലതാമസമില്ലാതെ എത്രയും വേഗം ലഭ്യമാക്കുന്ന കാര്യം ഉറപ്പാക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കി. പാവർട്ടി വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് ഒഴിവാക്കി. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പാവർട്ടി തിരുനാൾ വെടിക്കെട്ടുകൾ ഒഴിവാക്കുന്നതിന് പള്ളി കമ്മിറ്റിയും തിരുനാൾ ആഘോഷ കമ്മിറ്റിയും തീരുമാനിച്ചത്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെയും മെയ് 3, 8-ഇട തിരുനാളിലെയും വെടിക്കെട്ടുകളാണ് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴിവാക്കിയത്. കടവല്ലൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ ചങ്ങരംകുളം കോലിക്കര കോഴിക്കാട്ടിൽ 22 വയസ്സുള്ള ഹസ്ന, 27 വയസ്സുള്ള മുഹസിനയുടെ മകൾ 4 വയസ്സുകാരി ഹാദിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. കടവല്ലൂർ എടയൂർ ക്ഷേത്രത്തിന് സമീപം വ്യാഴാഴ്ച രാത്രി 7:30യോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും കോലിക്കരയിലേക്ക് വരികയായിരുന്ന സ്കൂട്ടറിൽ എതിർദിശയിൽ നിന്നും വന്നിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരനായ കടവല്ലൂർ സ്വദേശി വിജയകുമാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. അപകടത്തിൽ 2 ബൈക്കുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ യുവാവിനെ കാപ്പ നിയമം ചുമത്തി തൃശൂർ ജില്ലയിൽ നിന്നും നാടുകടത്തി. പാറേമ്പാടം അഗതിയൂർ സ്വദേശിയായ ചിറ്റിലപ്പള്ളി വീട്ടിൽ 28 വയസ്സുള്ള കിരൺ ജാക്സനെയാണ് കുന്നംകുളം പോലീസ് 3 മാസത്തേക്ക് ജില്ലയിൽ നിന്നും നാടുകടത്തിയത്. കുന്നംകുളം, മണ്ണുത്തി എന്നീ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ അടിപിടി ഉൾപ്പെടെയുള്ള നിരവധി ക്രിമിനൽ കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയുടെ നിരന്തരമായ കുറ്റകൃത്യങ്ങൾ കണക്കിലെടുത്ത് കുന്നംകുളം പോലീസ് തൃശൂർ റേഞ്ച് DIG നാരായണന് സമർപ്പിച്ച വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ക്രമസമാധാന നില ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനായാണ് ഇത്തരം ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി.
കേച്ചേരി പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ലക്ഷദീപ സമർപ്പണവും നടന്നു. വ്യാഴാഴ്ച രാവിലെ 6 മണി മുതൽ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകിട്ട് 4 മണിക്ക് വാതിരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള മേളത്തിന്റെ അകമ്പടിയിൽ എഴുന്നള്ളിപ്പുണ്ടായി. ഗജവീരൻ ചിറക്കൽ ശബരിനാഥൻ എഴുന്നള്ളിപ്പിൽ തിടമ്പേറ്റി. 6 മണിക്ക് നടന്ന ദീപാരാധനയെ തുടർന്ന് പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ദേവിക്ക് ലക്ഷദീപ സമർപ്പണവും ഉണ്ടായി. പുറനാട്ടുകര ശാരദാ മഠം സ്കൂൾ മാനേജർ പ്രവചക നിത്യാനന്ദ പ്രാണമാതാജി ലക്ഷദീപം സമർപ്പണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ അമ്മ ഓഡിറ്റോറിയത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദൂട്ട് ഒരുക്കിയിരുന്നു. പഴഞ്ഞി അയ്നൂർ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാൾ ആഘോഷിച്ചു. ബുധനാഴ്ച രാവിലെ 7-ന് 3-ന്മേൽ കുർബാനയുണ്ടായി. വൈകിട്ട് 7-ന് സന്ധ്യാനമസ്കാരം, തുടർന്ന് വാദ്യമേളങ്ങളും കൊടിയും കുരിശുമായി അയ്നൂർ സെന്ററിലേക്ക് പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണവും നടന്നു. രാത്രി ആരംഭിച്ച ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ പുലർച്ചെ സമാപിച്ചു. വ്യാഴാഴ്ച രാവിലെ 3-ന്മേൽ കുർബാനയെ തുടർന്ന് ഉച്ചയോടെ ദേശക്കാരുടെ എഴുന്നള്ളിപ്പുകളും ആരംഭിച്ചു. വൈകിട്ട് എഴുന്നള്ളിപ്പുകൾ പള്ളിയിലെത്തി സമാപിച്ചു. പ്രദക്ഷിണം, ആശീർവാദം, പൊതുസദ്യ എന്നിവയും ഉണ്ടായി. വികാരി ഫാദർ ജോർജ് ചാക്കോ, ട്രസ്റ്റി MV ഷാജി, സെക്രട്ടറി VK ജോൺ എന്നിവരടങ്ങിയ കമ്മിറ്റി നേതൃത്വം നൽകി. കണിപ്പയൂർ ശ്രീ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ഏപ്രിൽ 26 മുതൽ മെയ് 1 വരെയുള്ള ദിവസങ്ങളിലായി അഷ്ടബന്ധ നവീകരണ കലശം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി വിജയ് ശങ്കർ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജാതി കർമ്മങ്ങളോടെയാണ് അഷ്ടബന്ധ നവീകരണ കലശം നടക്കുന്നത്. ഏപ്രിൽ 26-ന് ആചാര്യവരണത്തോടെയാണ് കലശ ചടങ്ങുകൾക്ക് തുടക്കമാവുക. തുടർന്ന് സ്ഥലശുദ്ധി, മുളയിടൽ, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, വാസ്തുബലി തുടങ്ങിയ ചടങ്ങുകളും നടക്കും. വൈകിട്ട് 6:30 മുതൽ നൃത്തനൃത്യങ്ങളും മറ്റ് കലാപരിപാടികളും അരങ്ങേറും. 27-ാം തീയതി രാവിലെ ഗണപതി ഹോമം, പ്രോക്തഹോമം, പ്രായച്ചിത്തഹോമം, ശാന്തിഹോമം, ശ്വശാന്തിഹോമം, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം, പൂജാഭിഷേകം, മുളപൂജ എന്നിവയും വൈകിട്ട് മുളപൂജ, സ്ഥലശുദ്ധി, കലശാഭിഷേകം എന്നിവയുമുണ്ടാകും. വൈകിട്ട് കൈകൊട്ടിക്കളിയുടെ അവതരണവും നടക്കും. 28-ന് രാവിലെയും വൈകിട്ടും പൂജാതി കർമ്മങ്ങളും, വൈകിട്ട് തായമ്പക, ചാക്യാർകൂത്ത് എന്നീ കലാരൂപങ്ങളുടെ അവതരണവും നടക്കും. 29-ാം തീയതി രാവിലെ മുളപൂജ, പരികലശാഭിഷേകം, വലിയപാണി, ബ്രഹ്മകലശാഭിഷേകം എന്നിവയും വൈകിട്ട് അനുജ്ഞാബലി, പ്രാർത്ഥന എന്നിവയ്ക്കു ശേഷം കാണിശങ്കരപുരം ഭജൻസ് അരങ്ങേറും. 30-ന് രാവിലെയും വൈകിട്ടും പ്രത്യേക പൂജകൾ നടക്കും. കലശത്തിന്റെ സമാപന ദിവസമായ മെയ് 1-ാം തീയതി പ്രതിഷ്ഠാ കലശാഭിഷേകങ്ങൾ, പ്രതിഷ്ഠാബലി, പ്രദക്ഷിണം, വെച്ച് നമസ്കരിച്ച് നിത്യനിദാനം നിശ്ചയിക്കൽ, പ്രതിഷ്ഠാദക്ഷിണ എന്നീ ചടങ്ങുകൾ നടക്കും. ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി അന്നദാനവും ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട്, മനുകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, T സോമശേഖരൻ, P പരമേശ്വരൻ, E വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം പുത്തമ്പള്ളി കൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 44-ാം വാർഷികത്തോടനുബന്ധിച്ച് മെമ്പേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. കൊടയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനം ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് PS സജീവൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കാട്, ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര, PP പ്രധാൻ, KP വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡയാലിസിസ് കിറ്റുകളുടെ വിതരണം നടന്നു. പെൻസിൽ ഡ്രോയിംഗ്, കവിതാലാപനം, പ്രസംഗം എന്നീ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികളും കൈരളി ഒരുക്കിയ സംഗീത സന്ധ്യയും അരങ്ങേറി. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്രത്തിൽ നടന്ന 101 കലാകാരന്മാരുടെ സോപാന സംഗീതാർച്ചന ശ്രദ്ധേയമായി. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ആധ്യാത്മിക കലാസാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സോപാന സംഗീതാർച്ചന നടത്തിയത്. കലയെയും ഭക്തിയെയും ഒരുപോലെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനാർദ്ദനൻ നെടുങ്ങാടി സ്മാരക പഠന കേന്ദ്രം സോപാന സംഗീതാർച്ചന നടത്തിയത്. അഷ്ടപതി ഗുരുനാഥന്മാരായ ജ്യോതിദാസ് ഗുരുവായൂർ, മഞ്ജു രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സോപാന സംഗീതത്തിന്റെ മാധുര്യം തുളുമ്പുന്ന സംഗീതാർച്ചന അരങ്ങേറിയത്. ഒരേ സ്വരത്തിൽ 100-ലധികം കലാകാരന്മാർ പാടിയപ്പോൾ തിരുവെങ്കിടാചലപതി ക്ഷേത്ര പരിസരം ഭക്തിസാന്ദ്രമായി.
കുരുന്നുകളും വയോജനങ്ങളും അടക്കം ഒരേ സ്വരത്തിൽ സോപാന സംഗീതം ആലപിച്ചു. സംഗീതാർച്ചനയ്ക്ക് പിന്നാലെ പ്രശസ്ത നർത്തകി ചെന്നൈ കുമാരി മാളവികയും സംഘവും അവതരിപ്പിച്ച നൃത്താവിഷ്കാരവും ചടങ്ങിന് മാറ്റുകൂട്ടി. വൈവിധ്യമാർന്ന ചുവടുകളും ഭാവങ്ങളും കോർത്തിണക്കിയുള്ള പ്രകടനം കാണികളെ ഏറെ ആകർഷിച്ചു. പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് വനംവകുപ്പ്. ചൂട് കൂടിയതോടെ പാമ്പുകൾ മാളം വിട്ട് ഇറങ്ങുകയാണെന്നും മുട്ട വിരിയുന്ന സമയമായതിനാൽ കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് നിർദ്ദേശിച്ചു. വീടിന് സമീപമുള്ള മാളങ്ങൾ, വിള്ളലുകൾ, പൊന്തക്കാടുകൾ എന്നിവ നീക്കം ചെയ്യണം. ഭക്ഷ്യാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാതെ ഇട്ടാൽ എലികൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇര തേടി പാമ്പുകൾ ഇറങ്ങാതിരിക്കാൻ പരിസര ശുചിത്വം ഉറപ്പുവരുത്തണമെന്നും കുട്ടികൾ കളിക്കുമ്പോൾ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വ്യക്തമാക്കി. പരിശീലനം നേടിയ 3600ഓളം സർപ്പ വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാക്കിയെന്നും പാമ്പുകളെ പിടിച്ച് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്താമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ പഞ്ചായത്തുകളിലും ബോധവൽക്കരണം നടത്താനും തീരുമാനമുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ആറ്റുപുറം പരൂർ പ്രദേശത്ത് ആറ്റുപുറം യൂത്ത് വിംഗ് ചാരിറ്റബിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. കുടിവെള്ള വിതരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ഹസൻ നിർവഹിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ നാഹിൽ, മുസ്തഫ, ഫഹദ്, രക്ഷാധികാരികളായ CM ഫാറൂഖ്, ടിപ്പു ആറ്റുപുറം, ബക്കർ തോട്ടേക്കാടൻ, ഷമീർ, പ്രകാശൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കൺവെൻഷൻ കുന്നംകുളത്ത് നടന്നു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും തൊഴിലാളികളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ കിറ്റുകൾ ഉടൻ വിതരണം ചെയ്യണമെന്നും കുന്നംകുളം ടൗൺ ഹാളിൽ PP പാപ്പച്ചൻ നഗറിൽ നടന്ന സമ്മേളനം പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. AKTA സംസ്ഥാന ട്രഷറർ AS കുട്ടപ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധിയിൽ നിന്ന് നൽകാനുള്ള പ്രസവാനുകൂല്യ കുടിശ്ശിക ഉടൻ തീർപ്പാക്കുക, 15,000 രൂപ ഒറ്റത്തവണ സഹായമായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കൺവെൻഷനിൽ പാസാക്കിയ പ്രമേയത്തിലൂടെ സംഘടന ഉന്നയിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോസ് തേറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ PM പുഷ്പകുമാരി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. സംഘടനയിൽ നിന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധികളായവരെയും വിവിധ മേഖലകളിൽ കഴിവു തെളിയിച്ചവരെയും മികച്ച യൂണിറ്റുകളെയും ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അമ്മിണി കുമാരൻ, ജലജ അരവിന്ദൻ, ഷൈബി ഡേവിഡ്സൺ, ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിൽ സൗജന്യ ശാരീരിക മാനസിക വൈകല്യ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മെയ് 1 വെള്ളിയാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് ക്യാമ്പ്. കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ബിഹേവിയർ തെറാപ്പി ആൻഡ് കൌൺസിലിംഗ് എന്നീ മേഖലയിലും സേവനം ലഭ്യമാണ്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സൗജന്യ യാത്രയും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 72 93 44 61 51 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചമ്മന്നൂർ നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പറവകൾക്കൊരു കുടിനീർ പദ്ധതിയുടെ തണ്ണീർക്കുടങ്ങൾ സ്ഥാപിച്ചു. പുന്നേർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചമ്മന്നൂർ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് അറക്കൽ അബ്ദുൽ ഗഫൂർ അധ്യക്ഷത വഹിച്ചു. മദ്രസയിൽ പൂന്തോട്ടം നിർമ്മിക്കുന്നതിലേക്കുള്ള ചെടിച്ചട്ടി മദ്രസ വിദ്യാർത്ഥികളിൽ നിന്ന് സദർ മുല്ലീം അബ്ദുൾ റഹ്മാൻ ഹിഷാമി സ്വീകരിച്ചു. മഹല്ല് സെക്രട്ടറി വലിയ വളപ്പിൽ ഷഫീഖ്, ട്രഷറർ കോട്ടത്തയിൽ കുഞ്ഞു മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ IP അബ്ദുൾ റസാഖ്, ജോയിന്റ് സെക്രട്ടറി T അലി, മദ്രസ ലീഡർ നായിഫ്, മഹല്ല് കമ്മിറ്റി മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,020 രൂപ, പവന് 1,12,160 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം കേച്ചേരി എരനെല്ലൂർ കീഴ്പുള്ളിക്കര പരേതനായ സുബ്രഹ്മണ്യൻ ഭാര്യ രാധ നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം എളവള്ളി ഗ്രാമപഞ്ചായത്ത് ക്രിമിറ്റോറിയത്തിൽ നടത്തി. രഘു, രജനി, രമേശ്, ഉണ്ണിരാജു എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്ത ഭൂമിയിൽ നിന്ന് വീണ്ടും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. ഒരു തലയുടെ ഭാഗവും കൈയുടെ ഭാഗങ്ങളുമാണ് ലഭിച്ചത്. നാളെ മുതൽ DNA പരിശോധനാ ഫലങ്ങൾ പുറത്തുവന്നു തുടങ്ങും. ദുരന്തത്തിൽ ഗുരുതര പരിക്കേറ്റ തിരുവമ്പാടി വിഭാഗത്തിന്റെ ലൈസൻസി മുണ്ടത്തിക്കോട് സതീശൻ മരിച്ചു.
പാവർട്ടി വിശുദ്ധ യൗസേ പിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ട് ഒഴിവാക്കി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലെയും മെയ് 3 എട്ടാമിട തിരുനാളിലെയും വെടിക്കെട്ടുകളാണ് ഒഴിവാക്കിയത്. തീരുമാനം മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ. കാണിപ്പയ്യൂർ ശ്രീ അന്നംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശം ഏപ്രിൽ 26 മുതൽ മെയ് 1 വരെയുള്ള തീയതികളിൽ ക്ഷേത്രം തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാടിന്റെയും മേൽശാന്തി വിജയ് ശങ്കർ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.